അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സുഗൈനാണ്. അതിലേക്ക് ആവശ്യമായ ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി കഴുകി ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. ഉപ്പ് അല്പം ചേർത്താൽ മതി, കാരണം മധുര പലഹാരമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. അതിലേക്ക് ആവശ്യമായ ഉപ്പ്. അപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. 2 വിസിൽ വന്നാൽ മതി, നന്നായി വേവാൻ പാടില്ല. അതിലേക്ക് ആവശ്യമായ മധുരത്തിന് വേണ്ടി ഞാൻ ശർക്കര ഇട്ടത്. ഞാൻ 4 കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര വേണ്ടാത്തവർക്ക് പഞ്ചസാര വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ആവശ്യമായ മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ഏലക്കായ ഇട്ടിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി നിറത്തിന് വേണ്ടിയിട്ട് ചേർക്കാം. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. അല്പം മഞ്ഞൾപ്പൊടി. നമുക്കതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല തിക്കും അല്ല ലൂസും അല്ലാത്ത പാകത്തെ ഇതിലാണ് നമ്മുടെ മാവ് റെഡി ആവേണ്ടത്. അപ്പം നമ്മുടെ ശർക്കര ലൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചെറുപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തുള്ളി വെള്ളം പോലും ഇല്ല. ഈ വേവാണ് വേണ്ടത്. നല്ലാണ്ട് വേവാതെയും പാകത്തെ വേവാണ്. അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചാണ്ട് ആ ചെറുപയർ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്ക് ഇതിലേക്ക് ഇടാം. പിന്നെ നമ്മൾ ശർക്കര പാനിയും ഇതിലിട്ട് കണ്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചെറുപയർ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോൾസാക്കി വെക്കാം. ഇതുപോലെ ഒരു ബോൾസാക്കി നമുക്ക് വേറെ പാത്രത്തിലേക്ക് വെക്കാം. അപ്പം നമ്മൾ ബോൾസാക്കിയാണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മൈദയിലൊന്ന് മുക്കിയെടുത്ത് നമുക്ക് ഇതിലേക്കാക്കാം. അപ്പം നമ്മൾ ബോൾസാക്കിയാണ്ട് എല്ലാം ഇതിലിട്ടിട്ടുണ്ട്. നന്നായി വേവേണ്ട ആവശ്യമില്ല. ഈ പുറം ഭാഗം ഒന്ന് വെന്താൽ മതി. അതിന് ഉള്ളൊക്കെ വെന്തതാണ്. നമുക്കിതൊന്ന് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സുഗൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ റെസിപ്പിയെ കാണും വരെ അസ്സലാമു അലൈക്കും.